ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 3ഉം 4ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 59 വേണുഗാനവർണ്ണനം. ശ്ലോകം 3. നിർഗതേ ഭവതി ദത്തദൃഷ്ടയസ്തുദ്ഗതേന മനസാ മൃഗേക്ഷണാ വേണുനാദമുപകർണ്യ ദൂരദസ്തുദ്വിലാസകഥയാഭിരേമിരേ. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാനും അതിൻ്റെ അർത്ഥവും നോക്കാം. നിർഗതേ ഭവതി ദത്ത ദൃഷ്ടയ ത്വത് ഗതേന മനസാ മൃഗേക്ഷണാ വേണുനാദം ഉപകർണ്യ ദൂരദ ത്വത് വിലാസ കഥയാഭിരേമിരേ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. മൃഗേക്ഷണ മൃഗലോചനകളായ ഗോപികമാർ, നിർഗതേ നിർഗമിക്കുന്ന, ഭവതി അങ്ങിൽ, ദത്തദൃഷ്ടയ കണ്ണർപ്പിക്കുന്നവരും, ത്വദ്ഗതേന അങ്ങയിൽ എത്തിയ, മനസാ മനസ്സോടു കൂടിയവരുമായി, ദൂരത ദൂരത്തുനിന്ന്, വേണുനാദം വേണുവിൻ്റെ ശബ്ദം, ഉപകർണ്യ കേട്ടിട്ട്, ത്വദ്വിലാസ കഥയ അങ്ങയുടെ ലീലാ കഥ കൊണ്ട്, അഭിരേമിരേ സന്തോഷിച്ചു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. നിർഗതേ ഭവതി ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ദത്തദൃഷ്ടയ ത്വത് ഗതേന അത് ചേർത്ത് ചൊല്ലുമ്പോൾ ദത്തദൃഷ്ടയസ്ത്വദ്ഗതേന, ചേർത്ത് ചൊല്ലുമ്പോൾ സ്ത്വത് എന്ന് വരും, സാന്നും കൂടി വരും. ദത്തദൃഷ്ടയ ഷ്ട എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ത്വദ്ഗതേന മനസാ മൃഗേക്ഷണാ അവിടെ വിസർഗം. ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. വേണുനാദം ഉപകർണ്യ ചേർത്തിട്ട് വേണുനാദം ഉപകർണ്യ ദൂരത ഇവിടെ അതേപോലെ ചേർത്ത് ചൊല്ലുമ്പോൾ സ്ത്വത് എന്നങ്ങനെ വരും. ദൂരത ത്വത് വിലാസ കഥയാഭിരേമിരേ ചേർത്തിട്ട് ദൂരത സ്ത്വദ്വിലാസ കഥയാഭിരേമിരേ അങ്ങനെ വരും. ദ്വി എന്നുള്ളത് നമ്മൾക്ക് ത്വത് വിലാസ അങ്ങനെ പിരിച്ചിട്ട് പറയാം. സ്ത്വദ്വിലാസ കഥയാഭിരേമിരേ. കഥ എന്നുള്ളതിൻ്റെ താന്ന് നന്നായിട്ട് ഊന്നി പറയണം. കഥയാഭി ഭി എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. അങ്ങനെ നിർത്താം. നിർഗതേ ഭവതി ദത്തദൃഷ്ടയസ്ത്വദ്ഗതേന മനസാ മൃഗേക്ഷണാ വേണുനാദമുപകർണ്യ ദൂരദസ്ത്വദ്വിലാസ കഥയാഭിരേമിരേ. അടുത്തത് 4ാമത്തെ ശ്ലോകം. കാനനാന്തമിതവാൻ ഭവാനപി സ്നിഗ്ധപാദപതലേ മനോരമേ വ്യത്യയാ കലിതപാദമാസ്ഥിത പ്രത്യപൂരയത വേണുനാളികാം. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥവും നോക്കാം. കാനനാന്തം ഇതവാൻ ഭവാൻ അപി സ്നിഗ്ധ പാദപ തലേ മനോരമേ വ്യത്യയാകലിത പാദം ആസ്ഥിത പ്രത്യപൂരയത വേണുനാളികാം. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. കാനനാന്തം വൃന്ദാവനത്തിൻ്റെ ഉള്ളിൽ, ഇതവാൻ പ്രാപിച്ച, ഭവാനപി അങ്ങും, മനോരമേ മനസ്സിനെ ആനന്ദിപ്പിക്കുന്ന, സ്നിഗ്ധപാദ പതലേ നനുത്ത മരച്ചുവട്ടിൽ, വ്യത്യയാകലിത പാദം വ്യത്യസ്തമായി വയ്ക്കപ്പെട്ട കാലുകളോടുകൂടി, ആസ്ഥിത നിൽക്കുന്നവനായി, വേണുനാളികാം വേണു സുഷിരത്തെ, പ്രത്യപൂരയത വായു കൊണ്ട് നിറച്ച് നാദം ഉണ്ടാക്കി. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. കാനനാന്തമിതവാൻ ഭവാനപി ഭ എന്നുള്ള അക്ഷരം ഊന്നി പറയാനുള്ളതാണ്. സ്നിഗ്ധപാദപതലേ സ്നിഗ്ധ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഗ ഥ എന്ന് ചേർന്നതാണത്. മനോരമേ
വ്യത്യയാകലിത പാദമാസ്ഥിത, അവിടെ വിസർഗം. സ്ഥി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പ്രത്യപൂരയത വേണുനാളികാം, നീട്ടിയിട്ട് മുറുക്കം അങ്ങനെ നിർത്താം. കാനനാന്തമിതവാൻ ഭവാനപി സ്നിഗ്ധപാദപതലേ മനോരമേ വ്യത്യയാകലിതപാദമാസ്ഥിത പ്രത്യപൂരയത വേണുനാളികാം. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ, ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.